ഏറെ ഹൃദ്യമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇതാ കേരള യാത്ര മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടിൻ്റെ ഹൃദയഭൂമിയിലേക്ക് ഈ യാത്ര പ്രവേശിക്കുകയാണ്. യാത്രാ നായകർ ഇതാ കോഴിക്കോടിൻ്റെ ഹൃദയഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു. യാത്രാ നായകരെ പരവതാനി വിരിച്ച് സ്വീകരിക്കുകയാണ് കോഴിക്കോട്ടെ ജനത. ഇത് ആവേശം മുറ്റി നിൽക്കുന്ന സമയമാണ്. കോഴിക്കോടിൻ്റെ ഹൃദയഭൂമിയിലേക്ക് സംഘടനയുടെ നേതാക്കൾ യാത്രയായി എത്തുന്നു. കേരള യാത്ര കോഴിക്കോട്ടേക്ക് പ്രവേശിക്കുന്നു. ഇവിടെ സ്വീകരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞു. ബൊക്കെ നൽകി സ്വീകരിക്കുകയാണ്. ഈ പാലത്തിനപ്പുറത്ത് നിന്ന് കണ്ണൂരിലെ പ്രവർത്തകർ ദഫിൻ്റെ അകമ്പടിയോടുകൂടിയാണ് യാത്രാ സംഘത്തെ കോഴിക്കോട്ടേക്ക് അയക്കുന്നത്. ഇവിടെ കോഴിക്കോട്ടെ പ്രവർത്തകർ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അടക്കമുള്ള യാത്രാ നായകരെ ബൊക്കെ നൽകി സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. പെരിങ്ങത്തൂർ പാലം കടന്ന് ഈ യാത്ര മഹത്തായ ദൗത്യം കാന്തപുരം ഉസ്താദ് ഏറ്റെടുത്ത ഈ മഹത്തായ ദൗത്യം ഇതാ സംഘടനയുടെ ഹൃദയഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു. യാത്രാ ഉപനായകരായ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അടക്കമുള്ള നേതാക്കളെ ഇവിടെ ഈ കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ പ്രവർത്തകർ സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കാസർകോട്ടും കണ്ണൂരിലും വലിയ ആവേശം സൃഷ്ടിച്ചുകൊണ്ട് യാത്ര കോഴിക്കോട്ട് മലബാറിൻ്റെ ഹൃദയഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു. ഇനിയുള്ള 2 ദിവസം കോഴിക്കോട്ടായിരിക്കും യാത്ര. നാദാപുരത്താണ് ഇന്ന് ആദ്യ സ്വീകരണ സമ്മേളനം. അത് കഴിഞ്ഞ് 4-ാം തീയതി കോഴിക്കോട് ടൗണിൻ്റെ ഹൃദയഭാഗത്തായ മുതലക്കുളത്തും യാത്രയെത്തും. കോഴിക്കോട്ടേക്ക് യാത്രയെത്തുമ്പോൾ നമുക്കറിയാം കോഴിക്കോട് വീരേതിഹാസങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ്. ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ നിരവധി പൈതൃകങ്ങൾ അടയാളം ാണ്. ആ കോഴിക്കോട്ടേക്ക് യാത്രയെത്തുമ്പോൾ കേരള യാത്രയുടെ സന്ദേശം ഏറ്റവും പ്രോജ്വലമായി നിൽക്കും. അക്കാര്യത്തിൽ സംശയമില്ല. കാരണം മനുഷ്യർക്കൊപ്പം എന്ന സംഘടന മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ ആശയത്തെ കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന സ്ഥലം ജില്ലാ നേതാക്കളെ കേരള യാത്ര നായകരെ സ്വീകരിക്കാൻ വേണ്ടി ജില്ലാ നേതാക്കൾ തയ്യാറായി നിൽക്കുകയാണ്. ബൊക്കെ നൽകി പരവതാനി വിരിച്ച് നേതാക്കളെ സ്വീകരിക്കാനുള്ള ഒരുക്കമാണ് കാണാൻ കഴിയുന്നത്. കേരള യാത്രയുടെ എല്ലാ ആവേശവും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പെരിങ്ങത്തൂർ പാലത്തിലൂടെ കടന്ന് കേരള യാത്ര ഇതാ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. നേതാക്കളെ ഇതാ ബൊക്കെ നൽകി കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും സംഘടന ചേർന്ന് സ്വീകരിക്കുകയാണ്. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങളും പേരോട് ഉസ്താദും അടങ്ങുന്ന യാത്രാ സംഘം ഇതാ കോഴിക്കോട്ടേക്ക് പ്രവേശിക്കുന്നു. നാദാപുരത്താണ് ഇന്ന് ആദ്യ സ്വീകരണ സമ്മേളനം. ധ്വനികൾ ഉയരുന്ന അന്തരീക്ഷത്തിൽ നേതാക്കളെ ഇതാ കോഴിക്കോട്ടേക്ക് വരവേറ്റു കഴിഞ്ഞു. ഇനി 2 ദിവസം ഭൂമിയിലൂടെ കേരള യാത്ര പ്രയാണം നടത്തും. ഒരു മഹാമനീഷി നടത്തുന്ന 3ാമത്തെ ഏറ്റവും ഐതിഹാസികമായ യാത്ര. ഇത് കേരള യാത്രയുടെ 3ാം പതിപ്പ്. കോഴിക്കോട് കാണാനിരിക്കുന്നത് ഒരു മഹായാത്രയുടെ ഒരുങ്ങി ആവേശത്തോടുകൂടി ഇതാ പ്രവർത്തകർ സജ്ജമായി നിൽക്കുന്നു. യാത്രയെ സ്വീകരിച്ച് കോഴിക്കോട്ടേക്ക് ഇതാ യാത്ര പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. പെരിങ്ങത്തൂർ പാലം കടന്ന് യാത്ര കോഴിക്കോട്ടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള 2 നാൾ കോഴിക്കോടിനൊപ്പം സിറാജ് ലൈവും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ഷിഹാബ്, സിറാജ് ലൈവ്. വെൺമുകിലായി കേരള യാത്ര ഇതാ, നന്മഴകായി വെൺമുകിലായി കേരള യാത്ര ഇതാ, നൂറ്റാണ്ടു പെയ്ത മഴയായി അതിരായി സുൽത്താനുലമരമായി മുസ്ലിം ജമാഅത്തണവായി, നന്മഴകായി വെൺമുകിലായി കേരള യാത്ര ഇതാ, നന്മഴകായി വെൺമുകിലായി കേരള യാത്ര ഇതാ. വാനയാനമാരവം അണയുവാൻ തീരസാഗരം, കൂരിരുൾക്കാരിരുമ്പിനാലയം തേതരാൻ ഹൃദയമാകരം, കൈപ്പിടിച്ചഭയം പുഞ്ചിരി
waytonikah.com, the exclusive Muslim matrimonial site.